അച്ചടക്കമുള്ള സഭയിൽ വിശുദ്ധിയിലും അച്ചടക്കത്തോടുകൂടി ആ സഭ മുൻപോട്ട് പോകണമെങ്കിൽ അടുത്ത പടി എന്ന് പറയുന്നത് വചനത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം സഭയുടെ തൂണുകൾ, 4 തൂണുകൾ, റെഗുലറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന തൂണുകളെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 41 42 വാക്യത്തിൽ അത് സൂചിപ്പിക്കുമ്പോൾ അവിടെ ആരംഭിക്കുന്നത് ഏതിലാണ്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലും. They continued steadfastly in apostolic doctrine. ഉപദേശം വിട്ട് ഒരു കാര്യവും നമുക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ബൈബിൾ അധ്യയനത്തിന് വേണ്ടി കടന്നു വരുന്നത്. വ്യാഖ്യാനിച്ചു പറയുമ്പോൾ അതിന് ആത്മികമായ അർത്ഥം യഥാർത്ഥമായിട്ട് ഈ 44-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു. ആ നിധി എന്ന് പറയുന്നത് ഏതിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. ഏറ്റവും നല്ല, അതും ഇപ്പോൾ ഒന്നും എഴുതിയതല്ല, ധാരാളം നാളുകൾക്ക് മുൻപ് തന്നെ ദൈവം വെളിച്ചം കൊടുത്ത് അവർക്ക് നൽകിയ ദർശനമനുസരിച്ച്, അവർക്ക് നൽകിയ അറിവനുസരിച്ച് അവരെഴുതി വച്ചിരിക്കുന്നത് ആ നിധി ഏതാണെന്നും ആ നിധി മനുഷ്യൻ കണ്ടത്, ഏത് മനുഷ്യനാണത് കണ്ടത്, അവന് സന്തോഷമായി അവനത് ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി എന്ന് നമ്മൾ കാണുന്നു. അതേതാണെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നിധി ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? അല്ല, ഇസ്രായേലിനെ. ഓക്കെ, ആ നിധി ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ നാളുകളിൽ ആ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന എല്ലാവരും തന്നെ പറയുന്ന ഒരു ചിന്തയാണ് ആ നിധി എന്ന് പറയുന്നത് അത് സുവിശേഷം എന്ന്. അതൊരു അലിഗോറിക്കൽ ഒരു പ്രസന്റേഷൻ ആകാം, അതിന് തെറ്റൊന്നുമില്ല. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ദൈവം ആ ഉപമ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിധി, നിക്ഷേപം എന്ന് പറയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ചുള്ള ഭാവി കാര്യപരിപാടിയാണ്. നമ്മൾ ആ കാര്യങ്ങളെല്ലാം നോക്കിയതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പല വാക്യങ്ങൾ അവിടെ എടുത്ത് കാണിച്ചിരുന്നു. എങ്ങനെയാണ് ഇസ്രായേൽ വലിയവനായ ദൈവത്തെ സംബന്ധിച്ച് അതൊരു ട്രഷറാണ് എന്നുള്ളത്. അതിൻ്റെ എനിക്ക് തോന്നുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭാഗമെടുത്ത് ഞാൻ അത് സംസാരിച്ചിരുന്നു. ഈവൻ മലാഖായി 3-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെക്കുള്ള വാക്യങ്ങളും നാം വായിച്ച് അത് മനസ്സിലാക്കിയ വിഷയമാണ്. ഇവിടെ ഉപമകൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ചിന്തിച്ചതാണ്. കർത്താവ് യേശു ക്രിസ്തു ഉപമകളുമായിട്ട് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ, അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഭാഗം എടുത്ത്, അല്ലെങ്കിൽ അവർക്ക് വളരെ അറിവ് ഉള്ള ഒരു വിഷയത്തെ എടുത്തിട്ടാണ് ഉപമ വിധത്തിൽ സത്യം അവരോട് പങ്കുവെച്ചിരുന്നത്. ഇവിടെയും നമ്മൾ വായിക്കുന്നത് 44-ാം വാക്യത്തിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞ് 45-6 വരാം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അപ്പൊ കുഴിച്ചിടുക, അല്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ വെക്കുക, അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഒരു സാധനം അവിടെ വെക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു ഫെമിലിയർ ആയിട്ടുള്ള, അവർ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം പോലെയാണ് ഉള്ളത്. നമ്മൾ പഴയ കാലത്തെ ഇത് നോക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ തന്നെ സാധാരണ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അതിന് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള സ്ഥലത്തായിരിക്കും അത് വെക്കുന്നത്, അല്ലേ? നമ്മുടെ പഴയ വീടുകളിൽ ചിലരൊക്കെ ഉണ്ട്, അവര് ഈ നിലവറ ഉള്ള സ്ഥലത്ത് നെല്ലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതിൻ്റെ അകത്ത് കൊണ്ടുവയ്ക്കും. അരിപ്പെട്ടി ഓക്കെ, അതിനകത്ത് കൊണ്ടുവയ്ക്കും. അതുപോലെ തന്നെ സഹോദരിമാരുടെ, അത് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ അവരുടെ വളരെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ ചിലപ്പോൾ കിച്ചണിലായിരിക്കും. അതൊരു പണ്ട് മുതലുള്ള ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഡ്രൈ ഗ്രോസറിയുടെ ഇടയിലൊക്കെ ആയിരിക്കും ഉള്ളത്. നമ്മുടെ ഇൻഫോസിസിലെ സ്ഥാപക പാർട്ട്നേഴ്സിൽ ഒരാളായ നാരായണമൂർത്തി, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുധാമൂർത്തി, അവരൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതായത് അവർ ജോലി ചെയ്യുന്നു, ഷീസ് ഹൈലി ക്വാളിഫൈഡ്. അപ്പോൾ അവർ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചില്ലറ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് അത് ഈ പറയുന്ന പോലെ ഈ ഡ്രൈ ഗ്രോസറി, പരിപ്പോ മറ്റു കാര്യങ്ങളോ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടങ്ങ് വെക്കും. അപ്പോൾ നാരായണമൂർത്തിയും നന്ദൻ നിലക്കേനിയും
ക്രിസ് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മൂന്നാമത്തെ. ഈ 3 പേരും ചേർന്നിട്ടാണ് അവര് ഇൻഫോസിസ് ആരംഭിക്കുന്നത്. 3 പേരും വെൽ ക്വാളിഫൈഡ് ആണ്. അതിൽ 2 പേര് അവര് ഉടുപ്പി ബ്രാഹ്മിൻസ് ആണ്, നന്ദൻ നിലകേനിയും നാരായണമൂർത്തിയും. ക്രിസ് ഗോപാലകൃഷ്ണൻ മലയാളിയാണ്. പിന്നീടാണ് ഷിബുലാലും അതുപോലെ തന്നെ വേറെ ആൾക്കാർ അതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഇവർ ഈ കമ്പനി ആരംഭിക്കുമ്പോൾ 10,000 രൂപ വെച്ച് ഓരോരുത്തര് ഷെയർ ചെയ്തിട്ടാണ് ഈ കമ്പനി ആരംഭിക്കുന്നത്. ജസ്റ്റ് 10,000 ഈച്ച്. അപ്പൊ 30,000. ഇന്ന് അവരുടെ ഒരു ഷെയറിന്റെ വില 10,000 ഉണ്ട്. ഒരു ഷെയറിന്റെ വില എവിടേക്കാണ് ഗ്രോ ചെയ്തത്? അപ്പൊ ഞാൻ പറയാൻ വന്നത്, അന്ന് ഈ സുധാമൂർത്തി ആ ഇന്റർവ്യൂവിൽ പറയുന്നത്, നാരായണമൂർത്തി എന്നോട് ചോദിച്ചു കുറച്ച് പൈസ ഉണ്ടോ എന്ന്. ഞാനാണ് 10,000 രൂപ എടുത്ത് കൊടുത്തത്. അത് സൂക്ഷിച്ചു വെച്ചത് ഈ പരിപ്പും അരിയുടെ ഇടയ്ക്കൊക്കെ ഉള്ള പൈസയാണ്, ബാങ്കിൽ വെച്ച പൈസയല്ല. ഇന്ന് നമുക്കറിയാം, ഡെവലപ്ഡ് കൺട്രീസിലൊന്നും നമ്മൾ ബാങ്കിൽ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലോക്കർ ഫെസിലിറ്റി എടുക്കണമെങ്കിൽ വി ഹാവ് ടു പേ. ഇവിടെ നമ്മൾ ബാങ്കിൽ ഇട്ടാൽ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഇങ്ങോട്ട് കിട്ടും. ഇപ്രാവശ്യം നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അതൊരു ആബ്സല്യൂട്ട് മെജോറിറ്റിയിൽ വന്നിരുന്നെങ്കിൽ അവരിത് മാറ്റി തന്നെ. ഇതുവരെയ്ക്കും മാറ്റിയിട്ടില്ല. പക്ഷെ അടുത്ത് തന്നെ അതൊക്കെ മാറ്റങ്ങൾ വരും. നമ്മൾ അല്പം പൈസ ഫിക്സഡ് ഡിപ്പോസിറ്റിൽ ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടും. ഇതൊക്കെ മാറ്റം വരുവാണെങ്കിൽ ഏറ്റവും കഷ്ടം സഹിക്കുന്നത് മലയാളികളാണ്, നമുക്കറിയാം. അപ്പോൾ ഈ ഫെസിലിറ്റി ഇല്ലാത്ത സമയത്ത് ഈ പറയുന്ന വ്യക്തികളാകട്ടെ കുടുംബങ്ങളാകട്ടെ അവരുടെ ഏറ്റവും വിലപിടിപ്പുള്ളത് അവര് ഈ പറയുന്ന ഫ്ലോറിലോ എവിടെയെങ്കിലും ഒരു രഹസ്യമായിട്ടുള്ളൊരു അറയിലാണ് അവരത് സൂക്ഷിച്ചു വെച്ചിരുന്നത്. പ്രത്യേകിച്ചും യൂറോപ്യൻ കൺട്രീസിൽ അവരുടെ ഫ്ലോർ വുഡൻ ഫ്ലോർ ആണെങ്കിൽ അറിയാത്ത വിധത്തിലുള്ള ഒരു വുഡൻ പ്ലാങ്ക് കാണും. ആ പ്ലാങ്ക് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരു അറ കാണും. ആ അറയിലാണ് അവരുടെ പാസ്പോർട്ടും അവരുടെ മറ്റേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും മറ്റ് കാര്യങ്ങളും യുദ്ധത്തിൻ്റെ സമയങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ആ സമയത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് അവരത് വെച്ചിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഈ പറയുന്ന പോലെ വിലപിടിപ്പുള്ള ഗോൾഡും ഏറ്റവും വിലയുള്ള മെറ്റൽസ് അത് വെച്ചിട്ടാണ് അവർ പോകുന്നത്. കാരണം അത് പെട്ടെന്ന് അത് ഡിസ്പോസ് ചെയ്യാനും അതിനനുസരിച്ചൊരു വില കിട്ടാനും ഒക്കെ സാധ്യമുള്ള വിഷയം. അപ്പോൾ ഈ കുഴിച്ചിടുക എന്ന് പറയുന്നത് അന്ന് നിധി അങ്ങനെയാണ് വെക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അറിയാവുന്ന ഒരു വിഷയം വെച്ചിട്ടാണ് കർത്താവ് അവരോട് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്, ആ മനുഷ്യൻ അത് കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയലാണ് വാങ്ങിയത്. കാരണം അന്നത്തെ ലോ അനുസരിച്ച് ആ നിധി ഉണ്ടെന്ന് അറിഞ്ഞ വ്യക്തി ആ വയൽ മൊത്തം വാങ്ങിച്ച് സ്വന്തം ഓണർഷിപ്പിൽ കൊണ്ടുവരുവാണെങ്കിൽ അവിടെ നിന്ന് കുഴിച്ച് ആ നിധി കിട്ടിയാൽ അത് ആരുടെ പ്രോപ്പർട്ടിയാണ്? ആ വാങ്ങിച്ച ആളുടെ. അല്ലാതെ അപ്പൊ പെട്ടെന്ന് വന്നിട്ട് പഴയ ആൾ വന്നിട്ട് പറയുക, അയ്യോ അത് ഞാൻ കുഴിച്ചിട്ട സാധനമാണ് അല്ലെങ്കിൽ എൻ്റെ സാധനമാണ്, ഒരു ക്ലെയിമും അവിടെ പറ്റത്തില്ല. അതുകൊണ്ട് തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് താൻ ചെയ്തത് എന്താണ്? ആ വയൽ മുഴുവനായിട്ട് അങ്ങ് വാങ്ങിച്ചു. കർത്താവിൻ്റെ ദിവ്യമായ പരിപാടിയിൽ അങ്ങനെയല്ലേ? വയൽ ഏതിനെയാണ് കാണിക്കുന്നത്? നമ്മൾ ചിന്തിച്ചതാണ്. അതേ അധ്യായത്തിൽ 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വയൽ ലോകം, ദ വേൾഡ്, ദ എൻറ്റയർ വേൾഡ്. God so loved the world that he gave his only begotten son. അത്രയും വലിയൊരു വില കൊടുത്തിട്ടാണ് ആ വയൽ കർത്താവ് വാങ്ങിയിരിക്കുന്നത്. അതിൽ ഇതുവരയ്ക്കും മറച്ചിട്ടിരിക്കുന്ന ഒരു നിധിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്, തൻ്റെ ജനം. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി നമുക്കറിയാം. റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ. ആ 3 അധ്യായങ്ങൾ 3 സ്റ്റേജിനെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന് സിലെക്ഷൻ, രണ്ടാമത്തേത് റിജക്ഷൻ, മൂന്നാമത്തേത് റെസ്റ്റോറേഷൻ. ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. അതിനുശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവർ പാപം ചെയ്ത് അതിക്രമം ചെയ്ത് വിഗ്രഹാരാധനയും മറ്റ് ഇമോറൽ ഇതിലെല്ലാം വന്ന് അവർ ടോട്ടലി ദൈവസന്നിധിയിൽ നിന്ന് പോയി. കർത്താവ് അവരെ ത്യജിച്ചു കളഞ്ഞു. എന്നാൽ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
പൗലോസ് വാചാലമായിട്ട് അവിടെ പറയുകയാണ്, ദൈവത്തിൻ്റെ ദിവ്യമായ കാര്യപരിപാടിയിൽ അവരെക്കുറിച്ചുള്ള പദ്ധതി. ദൈവം ഒരിക്കലും അവരെ കൈവിട്ടിട്ടില്ല. കാരണം ആ കവനന്റ് ഉൽപ്പത്തി പുസ്തകത്തിൽ നൽകിയത് അത് കർത്താവിൻ്റെ സമയത്ത് അത് നിവൃത്തിയാകും. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ഒരു കാലയളവുണ്ട്, ആ കൃപായുഗം എന്ന് പറയുന്ന ആ യുഗം. ആ യുഗത്തിൽ കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കിയൊരു വിഷയമാണ് ദ ചർച്ച്, സഭ എന്ന് പറയുന്നത്. ആ സഭയെക്കുറിച്ചുള്ള ഉപമയാണ് 45ഉം 46ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ഒരു സ്കെലിറ്റൽ ഐഡിയ കിട്ടിയോ? അത് കിട്ടിയില്ലയോ? ഏതെങ്കിലും ഒന്ന് പറയണം. ആം ഐ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്? ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ എപ്പോഴും പറയുന്നത്, ഞാൻ പഠിച്ചതാണ്, ഈ കാര്യം അവതരിപ്പിച്ചത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് കേൾക്കുന്നവരുടെ അല്ല തെറ്റ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുടെയാണ് തെറ്റ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒന്ന് ചോദിച്ചത്. ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ വ്യാഖ്യാനം അത് ശരിയായിട്ട് ബോധ്യം വന്നിട്ടുണ്ടോ? ഉണ്ട്. പറഞ്ഞ വചനത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഞാൻ എൻ്റെ ഒരു സ്വന്തം ബുദ്ധിയോ വിവേകത്തിൽ ഊന്നി നിന്നിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. അതിന് ഓഫ് കോഴ്സ് ഞാൻ വേദപണ്ഡിതന്മാർ, അതായത് വേദപണ്ഡിതന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ മധ്യത്തിലുള്ള യഥാർത്ഥമായിട്ട് വിഭജിച്ച് പങ്കുവെക്കുന്ന വേദപണ്ഡിതന്മാരുടെ ചില പുസ്തകങ്ങൾ, അതും വളരെ നാളുകൾക്ക് മുമ്പ് എഴുതിയ പുസ്തകങ്ങൾ, അതും കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു വ്യാഖ്യാനം ഞാൻ പങ്കുവെച്ചത്. ഇനി നമുക്ക് 45, 46 ആ 2 വാക്യങ്ങളിലേക്ക് വരാം. അവിടെയാണ് വിലയേറിയ മുത്തിൻ്റെ ഉപമ പറയുന്നത്. ആരോടാണ് പറയുന്നത്? ആരോടാണ്? മമ്മി പറയൂ. കർത്താവ് ഉപമ പങ്കുവെക്കുന്നത് തൻ്റെ ശിഷ്യന്മാരോട് മാത്രം. അത് മൾട്ടിറ്റ്യൂഡ്, ജനാവലി ഉള്ള സ്ഥലത്തല്ല. പരസ്യമായിട്ട് പറഞ്ഞ ഉപമകൾ അതിനു മുമ്പ് നമ്മൾ കണ്ടു. എന്നാൽ രഹസ്യമായിട്ട് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് ഒരുമിച്ചിരിക്കുമ്പോൾ പങ്കുവെച്ച ഉപമകളാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 36 വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ കണ്ടു കളയുടെ ഉപമ. അത് വ്യാഖ്യാനിച്ച് പറയുന്നത് ആ വാക്യം മുതലാണ്. അതിനു മുമ്പ് വലിയൊരു കൂട്ടത്തിന് മുന്നിൽ കളയുടെ ഉപമ പങ്കുവെച്ചു, വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ പങ്കുവെച്ചു, കടുകുമണിയുടെ ഉപമ പങ്കുവെച്ചു, പുളിച്ച മാവിന്റെ ഉപമ പങ്കുവെച്ചു. എന്നാൽ 36 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അനന്തരം യേശു പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് വീട്ടിൽ വന്നു. ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് വയലിലെ കളയുടെ ഉപമ തെളിയിച്ചു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഈ ഉപമ പറയുമ്പോൾ തൻ്റെ കൂടെ ഉള്ളവരാരാണ്? ശിഷ്യന്മാർ മാത്രം. അവർക്ക് വെളിപ്പെടുത്തുന്ന ചില സത്യങ്ങളാണ് ഈ ഉപമകളിൽ കൂടെ കർത്താവ് വെളിപ്പെടുത്തി നൽകുന്നത്. അപ്പോൾ പരസ്യമായിട്ടുള്ളതുണ്ട്, രഹസ്യമായിട്ടുള്ള ഉപമകളുണ്ട്, ശിഷ്യന്മാർക്ക് മാത്രം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ഉപമകളെല്ലാം ആ വിധത്തിലുള്ളതാണ്. ഇവിടെ 45 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഇപ്പോ നിധിയും മുത്തും ഇതിന് തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ്, ഒരു കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നിധി നമ്മൾ കണ്ടു, അത് ഇസ്രായേലിനെയാണ് സൂചിപ്പിക്കുന്നത്. മുത്ത് അത് സഭ, ദൈവസഭ, സാർവത്രിക സഭ, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലൊന്ന് രജിസ്റ്റർ ചെയ്യണം. ഒന്ന് നിധി ഇസ്രായേലിനെ സംബന്ധിച്ചും, മുത്ത് അത് ദൈവസഭയെ ആണ് സൂചിപ്പിക്കുന്നത്. ഈ നിധി എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. അതിൻ്റെ വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചാൽ ഒന്ന് സഹായിച്ചാലും ആദ്യം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 19:5. വേറൊരു സഹോദരനോ സഹോദരിയോ സങ്കീർത്തനം 135:4. വേറെ ഒരു ആരെങ്കിലും മലാഖായി 3:17. ഞാൻ ഒന്നുകൂടി പറയാം.
ഒന്ന് പുറപ്പാട് 19:5, സങ്കീർത്തനം 135:4, മലാഖായി 3:17. ഒന്ന് വായിക്കുക. ആ പ്രത്യേക മതി, അത്രയും മതി. അതെ അതെ. അപ്പൊ ആരെ കുറിച്ച് അവിടെ അത് പറയുന്നത്? ഇസ്രായേൽ മക്കളെ കുറിച്ച്. ഓക്കെ. ഇനി രണ്ടാമത്തേത് സങ്കീർത്തനം 135:4. ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഓക്കെ. ഇനി അവസാനമായിട്ട് മലാഖായി 3:17. ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്ന് സൈനികരുടെ യഹോവ അരുളിച്ചെയ്യും. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. 18 കൂടി വായിക്കാമോ? അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ നിക്ഷേപമായി. അതാണ്. എനിക്കത് മലയാളത്തിൽ അത് 18 തോന്നുന്നു അല്ലേ? ഓക്കെ. 3:17. 17 തന്നെയുണ്ട്. 3:17 നമ്മൾ വായിക്കുന്നത്, യഹോവ ഭക്തന്മാർക്ക് അവന്റെ നാമത്തെ നമസ്കരിക്കുന്നവർക്ക് വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു എഴുതി വെച്ചിരിക്കുന്നു. ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപം ആയിരിക്കും. 17-ാം വാക്യത്തിൽ. അപ്പോൾ ഈ 3 ഭാഗത്ത് നമ്മൾ കണ്ടത് സമ്പത്ത് അല്ലെങ്കിൽ നിക്ഷേപം അല്ലെങ്കിൽ നിധി. അത് ഒരു പ്രത്യേകത ഞാൻ അതിൽ കണ്ടത്, ഒന്നാമത്തേത് നാം വായിച്ചത് ഏത് പുസ്തകത്തിൽ നിന്നാ? പുറപ്പാട് പുസ്തകത്തിൽ നിന്ന്. രണ്ടാമത്തേത് സങ്കീർത്തനം. മൂന്നാമത്തേത് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ഇനി നമുക്ക് അതിനോട് ബന്ധത്തിൽ ഒരു വാക്യം ഒന്ന് നോക്കാം. ലൂക്കോസ് 24:27 വാക്യം. അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ലോ, സാം ആൻഡ് പ്രോഫറ്റ്. ന്യായപ്രമാണം, സങ്കീർത്തനം, പ്രവാചകൻ. അവിടെ 3 സ്ഥലത്തും 3 ഭാഗത്തും നാം കണ്ടത് വലിയവനായ ദൈവത്തെ സംബന്ധിച്ച് ഇസ്രായേൽ തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം എന്ന് പറയുന്നത് ഒരു നിക്ഷേപം, ഒരു സമ്പത്ത് എന്നുള്ളത്. എന്നാൽ സഭയെ സംബന്ധിച്ച് നാം വായിക്കുന്നത് സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം. മത്തായി 16:18. I will build my church. ഓക്കെ, ഞാൻ എൻ്റെ സഭയെ പണി. അത് ആരൊരിക്കൽ പ്രസംഗിച്ച സമയത്ത് പറഞ്ഞത് ഒരു പൊസസീവ് പ്രൊനൗൺ ഉപയോഗിച്ചിട്ടാണ് കർത്താവ് അവിടെ പറയുന്നത്. ഞാൻ എൻ്റെ സഭയെ പണിയും. ഐ വിൽ ബിൽഡ് മൈ ചർച്ച്. നമ്മുടെ കർത്താവിൻ്റെ വാക്കാണ്. ഇനി ആ നിധി നാം കാണുന്നത് വയലിലാണ്. എന്നാൽ മുത്തിനെ സംബന്ധിച്ച് നാം കാണുന്നത് എവിടെയാ? മുത്ത് എവിടെയാ സാധാരണ നമുക്ക് കിട്ടുന്നത്? കടലിൽ നിന്ന്, സമുദ്രത്തിൽ നിന്ന്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു സഭയെ സംബന്ധിച്ച് അതെ, അല്ലെങ്കിൽ കർത്താവ് പണിയുന്ന സഭയിൽ ഇറസ്പെക്റ്റീവ് ഓഫ് എനി കാസ്റ്റ്, ക്രീഡ് ഓർ എനി കൈൻഡ്, എല്ലാവരും അതിൻ്റെ അംഗങ്ങളാകുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന ഏവനും തൻ്റെ ശരീരത്തിൻ്റെ അംഗമായി മാറും. ആരായിക്കൊള്ളട്ടെ, എനി കളർ ഓർ എനി ക്രീഡ്, എനി കാസ്റ്റ്, എന്തായിക്കൊള്ളട്ടെ, യഹൂദനാണെങ്കിലും യവനനാണെങ്കിലും he becomes a part of the church. കടൽ അങ്ങനെയല്ലേ?
കടൽ തീരത്തൊക്കെ നമ്മൾ എത്തിച്ചേരുമ്പോൾ അതിന്റെ വാസ്റ്റ് ഇത് എത്ര കണ്ടു നിന്നാലും ഈ ആനയെ കണ്ടിരിക്കുന്നത് പോലെ, ആനച്ചന്തം എന്നൊക്കെ പറയത്തില്ലേ, വാസ്തവം പറഞ്ഞാൽ ആനയുടെ ആ ഒരു മൂവ്മെന്റ്സ് ഒക്കെ എത്ര കണ്ടാലും മതി വരത്തില്ല എന്ന് പറയുന്ന പോലെ ഒരു സീ ഷോറിൽ, സീ ബീച്ചിൽ നമ്മൾ പോയിട്ട് ആ തിരമാലകൾ ഇങ്ങനെ വന്ന് അടിച്ചിരിക്കുന്ന സമയത്ത് എത്ര കണ്ടാലും അതൊരു നെവർ എൻഡിങ് ജോയ് ആണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഒരു സന്തോഷത്തിന് വേണ്ടി സീ ബീച്ചിലൊക്കെ പോകുന്നത്. സോ ഒന്ന് വയലിൽ നിന്നും മറ്റേത് സമുദ്രത്തിൽ നിന്നും. 44-ാം വാക്യത്തിൽ നാം കാണുന്നത് ഒരു മനുഷ്യൻ. എന്നാൽ 45-ഉം 46-ഉം വായിക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേകമായ പദപ്രയോഗം ശ്രദ്ധിച്ചായിരുന്നോ? 13-ാം അധ്യായത്തിലെ 45-ഉം 46-ഉം അവിടെ ഒരു വ്യാപാരി, എ മെർച്ചന്റ് മാൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നു. എ മാൻ ആൻഡ് എ മെർച്ചന്റ് മാൻ, ഒരു മനുഷ്യൻ എന്ന് 44-ാം വാക്യത്തിൽ. എന്നാൽ ഇവിടെ ഈ ഉപമയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ആ വ്യക്തിയെ വിവരിച്ചിരിക്കുന്നത് ഒരു വ്യാപാരി, ഒരു ബിസിനസ് മാൻ. ഒന്ന്, താൻ പൂർണ്ണമായിട്ട് വയലിനെ വാങ്ങി. ഇവിടെ നാം കാണുന്നത് അവൻ മുത്ത് അന്വേഷിച്ച് പോകുന്നു. അവൻ ഏറ്റവും വിലയേറിയ ഒരു മുത്ത് അവന് കണ്ടുകിട്ടിയപ്പോൾ അവൻ ചെയ്തത് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ മുത്തിനെ വാങ്ങി. മക്കളെ, ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ദൈവവചനത്തിന്റെ ഇൻഫാലിബിലിറ്റി, ഇന്നറൻസി. ഓരോ ഉപമ പറയുമ്പോഴും ഓരോ വള്ളിയും പുള്ളിയും എത്ര അക്യുറേറ്റ് ആയിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിലയേറിയത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്വർണം, വെള്ളി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുപോലെ തന്നെ വജ്രം എന്നൊക്കെ നമ്മൾ പെട്ടെന്ന് പറയും. എന്നാൽ ഈ ഉപമയില് വജ്രത്തെക്കുറിച്ച് അല്ല അവിടെ ഒരു വിലയേറിയതായിട്ട് അവൻ വജ്രത്തെ അന്വേഷിച്ച് പോകുന്നത്. ഡയമണ്ട് മെർച്ചൻസ് എന്ന് പറയുന്നത് വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമാണ്. വലിയ വലിയ ഡയമണ്ട് മെർച്ചൻസ് ഉണ്ട്. And here we see a merchant man who is in search of goodly pearl. വിലയേറിയ മുത്ത്, വളരെ നല്ല മുത്തുകൾ അന്വേഷിക്കുന്ന ഒരു വ്യാപാരി. മുത്തിനെ കുറിച്ച് അല്പം കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചിരുന്നു. നമുക്കറിയാം, ഒരു ഓയസ്റ്റർ അല്ലെങ്കിൽ ഒരു ക്ലാം, അതിൻ്റെ ശരീരത്തിൽ ഒരു ക്ഷതമുണ്ടാകുമ്പോൾ അതിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ സിക്രിയേറ്റ് ചെയ്യുന്ന ആ കാര്യങ്ങൾ വന്നിട്ടാണ് ആ മുത്ത്, ആ പേൾ, അത് ഷേപ്പായിട്ട് വരുന്നത്. നീളമുള്ള മുത്തുണ്ട്. നമ്മൾ ഹൈദരാബാദ് അല്ലെങ്കിൽ ടുറ്റുകൊറിൻ പോവുകയാണെങ്കിൽ അവിടെ ഒക്കെയാണ് നല്ല മുത്തുകൾ കിട്ടുന്നത്. അപ്പോൾ ആ മുത്ത് നമ്മൾ പലതുണ്ട് നീളമുള്ളത്, അത് വിലക്കുറവാണ്, അതിന് വലിയ വിലയൊന്നുമില്ല. അതേസമയം പെർഫെക്റ്റ്ലി റൗണ്ട് ആയിട്ടുള്ളത്, സ്പെരിക്കൽ, ഇതിൽ നോക്കുമ്പോൾ ഫുള്ളി അതിന് ഒരു ഫ്ലോയും കാണാൻ പറ്റത്തില്ല, അതുപോലെയുള്ള പേൾസ് ആണ് ഭയങ്കര വിലയുള്ളത്. നമ്മുടെ ക്വീൻ എലിസബത്ത് ഒക്കെ ചില പബ്ലിക് അപ്പിയറൻസിൽ വരുന്ന സമയത്ത് അവർ ധരിച്ചിരിക്കുന്ന പേൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സെറ്റ് ആയിട്ടാണ്, അവർ ചെവിയിലും കാണും, കഴുത്തിലും കാണും. അത് ഡാസ്ലിംഗ് ആയിട്ട്, ഒരു ലൈറ്റൊക്കെ ഫോക്കസ് വരുന്ന സമയത്ത് ദാറ്റ് വിൽ ജസ്റ്റ് ഡാസിൽ, അത്രയും ബ്രൈറ്റ് ആയിട്ട് അത് വരും. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി പേളാണ്. ഡയമണ്ടിൽ ഒരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഇത് വന്നാൽ അതിനെ വീണ്ടും കട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സാക്ട് കട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന് കളറും അതുപോലെ തന്നെ അതിൻ്റെ ക്യാരറ്റ് വാല്യൂ കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. എന്നാൽ പേളിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ സംഭവിക്കും? പിന്നെ ക്രാക്കാ, പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. യു കനോട്ട് റിപ്പയർ എ പേൾ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? യു കനോട്ട് റിപ്പയർ എ പേൾ. അത് പോയി കഴിഞ്ഞാൽ പോയി. ദൈവസഭയെ സംബന്ധിച്ച് ഒരു മുത്താണ്, ഇറ്റ് ഈസ് പ്രേഷ്യസ്. ആ മുത്തിനു വേണ്ടി കർത്താവ് സകലതും കൊടുത്തു. ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ, അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. നാം ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ സഭയെ ഏത് വിധത്തിലാണ് നമ്മൾ അതിന് മൂല്യം കൊടുക്കുന്നത്? അത് ചിന്തയ്ക്കായിട്ട് ഞാൻ വിടുന്നു. രണ്ടിൻ്റെയും സാമ്യം നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ഉപമയിലും പറയുന്നുണ്ട് ദ കിങ്ഡം ഓഫ് ഹെവൻ, അവിടെ ആരംഭിക്കുന്നത് സ്വർഗരാജ്യം. രണ്ടാമത്തെ പറയുമ്പോഴും അവിടെ പറയുന്നുണ്ട് സ്വർഗരാജ്യം. രണ്ട് സ്ഥലത്തും കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്, അല്ലേ? മനുഷ്യൻ അവിടെ കണ്ടെത്തി, ഇവിടെ വ്യാപാരി കണ്ടെത്തി.
മൂന്നാമത്തേത്, അവൻ കണ്ടപ്പോൾ 2 സ്ഥലത്ത് നാം കണ്ടത് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. വയൽ വാങ്ങി ആ വിലയേറിയ മുത്തും അവൻ വാങ്ങിക്കുന്നുണ്ട്. ഇനി അല്പം കൂടി ആത്മീയമായിട്ടുള്ള ചിന്തകൾ നമുക്ക് പങ്കുവെച്ച് അവസാനിപ്പിക്കാം. അവിടെ ആ വ്യക്തിയെ വിവരിച്ചിരിക്കുന്നത് ഒരു വ്യാപാരി എന്ന്, എ മെർച്ചന്റ് മാൻ. നമുക്കറിയാം, ഈ സൂറത്തിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഡയമണ്ട്സ് വാങ്ങിക്കാനായിട്ടുള്ള ആൾക്കാർ വരും. അപ്പോൾ അവിടുത്തെ ഒരു വ്യക്തി ഒരിക്കൽ പറഞ്ഞതാണ്, ഇപ്പോൾ ഒക്കെ ഒത്തിരി ബാങ്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ കാണും, എന്നാൽ പണ്ടൊക്കെ ഈ ക്യാഷ് ട്രാൻസാക്ഷൻ ആണല്ലോ. അത് മാത്രമല്ല, അത് ശരിയായ രീതിയിലുള്ള ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല. അപ്പം അതുകൊണ്ട് ഹാർഡ് ക്യാഷ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. അവർ ആ ഡയമണ്ട് മാർക്കറ്റ്സിലേക്ക് പോകും. സൂററ്റ് എന്ന് പറയുന്നത് 2 കാര്യത്തിന് വേണ്ടി ഫേമസ് ആണ്. ഒന്ന് ടെക്സ്റ്റൈൽസും, രണ്ടാമത്തേത് ഡയമണ്ട്. അപ്പോൾ ഡയമണ്ട് മാർക്കറ്റിൽ വലിയ സൂട്ട് കേസിലാണ് ക്യാഷ് ആയിട്ട് വരുന്നത്. അതവിടെ കൊടുക്കും. പോകുന്ന സമയത്ത് എന്തായിരിക്കും കയ്യിൽ? ഒരു ചെറിയ ഒരു കറുത്ത സഞ്ചി, അതിലെല്ലാം ഉണ്ട്. അത് പിടിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. നല്ല വ്യാപാരിക്ക് അറിയാം എവിടെയാണ് നല്ലപോലെ ആ ഡയമണ്ടിന് എക്സാക്ട് കട്ടൊക്കെ കൊടുത്ത് പ്രിപ്പയർ ചെയ്ത് ശരിക്കും അതിൻ്റെ ഡയമെൻഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് തരുന്ന സ്ഥലം. അവരവിടെയൊക്കെ പോയിട്ട് അത് വാങ്ങും. സോ അതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് വേണം, വൈഡ് ട്രാവൽ വേണം, നല്ല അറിവ് വേണം. പിന്നെ ഈ ഹിന്ദിയിലൊരു ഇതുണ്ടല്ലോ, യു ഷുഡ് ഹാവ് ദ സ്കിൽ ടു ഐഡൻറ്റിഫൈ. ജോഹരി എന്നല്ലേ ഒരു പദം പറയുന്നത്, ഞാൻ ആ ഒരു ഇത് ഓർക്കുന്നില്ല. ഹി നോസ് ഹൗ ടു ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ്. അവർ കാണുമ്പോൾ തന്നെ അവർക്കറിയാം അതിൻ്റെ ജെനുവിനിറ്റിയും അതിൻ്റെ ഒറിജിനാലിറ്റിയും എല്ലാം. അല്ലാത്തവർക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, നമുക്കൊന്നും അറിയത്തില്ല. ഈ സീമാട്ടി അതിൻ്റെ ഓണർ ബീന കണ്ണൻ, ഒരു സമയത്ത് അവരുടെ സാരി കളക്ഷനൊക്കെ വലിയ പോപ്പുലർ ആയിരുന്നു. അപ്പോൾ അവരുടെ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ വീഡിയോസിലൊക്കെ കാണിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഓരോ സ്റ്റേറ്റിൽ തന്നെ ഉണ്ട്, പ്രത്യേകത ഉണ്ട്, നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും ഇന്നർ പോക്കറ്റ്സിൽ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ള ആ സാരീസിൻ്റെ സ്റ്റൈലും ഹാൻഡ്ലൂമും ഇതും അതും തിരഞ്ഞെടുത്ത് അവർ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യുന്നത്. അതിനൊരു ഒരു ശരിക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. വാട്ട് എ ജേർണി ഹി അണ്ടർടുക്ക്. ഒന്ന് ചിന്തിക്കുക. ഓരോ കർത്തൃ ദിവസത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ വേണ്ടി അലഞ്ഞു ഒഴിഞ്ഞ് നടന്നിരുന്ന നമ്മളെ സത്യ ആരാധികൾ എന്ന രീതിയിൽ രൂപാന്തരപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നു. ബിക്കോസ് ഹീ ലുക്ക്ഡ് അറ്റ് ദ ചർച്ച് ആസ് എ പ്രേഷ്യസ് പേൾ. വിലയേറിയ മുത്ത് എന്ന രീതിയിലാണ് കർത്താവ് തൻ്റെ സഭയെ കണക്കാക്കുന്നത്. അവർ ലോർഡ് ഈസ് എ സീക്കിംഗ് സേവിയർ. നമ്മൾ സാധാരണ പറയും, അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റിലേഷൻഷിപ്പ്. നമ്മുടെ ദൈവം ബന്ധങ്ങളുടെ ഒരു ദൈവമാണ് എന്ന് നമ്മൾ പറയും. ശരിയാണ്. ത്രിയേക ദൈവവുമായിട്ടുള്ളൊരു ബന്ധം കർത്താവ് നൽകി. ദൈവമക്കളുമായിട്ടുള്ളൊരു ബന്ധം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവമക്കളെ, വേർപെട്ട ദൈവജനം അവരുടെ മധ്യത്തിലുള്ള ബന്ധം, നമ്മൾ ഇന്റർ ഡിനോമിനേഷണൽ ഫോറമിലൊക്കെ നമ്മൾ പോകുമ്പോൾ മറ്റ് സഭാവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് പട്ടത്തുമുള്ള സഭകളിലെ പ്രിയപ്പെട്ടവർ, അത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു കമൻ്റാണ്, ഈ ബ്രദറുകാർ ഒരു പരിചയം ഇല്ലെങ്കിലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സഹോദരന്മാർ. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഗിരിയൻസ് ക്യാമ്പിൽ കൂടുതലും CSI-കാരും അല്ലെങ്കിൽ മർത്തോമക്കാരും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോകുമ്പോൾ കൂടുതൽ CSI ആയിരിക്കും. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് എത്തിയാൽ സൺഡേയിൽ ആരാധിക്കാൻ വേണ്ടി ഒരു ബ്രദറൻ അസംബ്ലി തിരക്കും. അപ്പോൾ ഒരു ഫോൺ കോൾ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ അവർ വന്ന് എന്നെ കളക്ട് ചെയ്യാനോ കൊണ്ടുപോകാനോ ഒരു മീൽ തരാനോ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യും. ഇത് മറ്റുള്ളവർ കാണും. അവർ പറയും, ഞങ്ങൾക്ക് പരിചയമുണ്ട്, ഈ സഭയുമായിട്ട് അവിടെയുള്ള സുവിശേഷകനോ മൂപ്പനോ ആയിട്ട് ഇദ്ദേഹം ഇവിടെ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. ബട്ട് നൗ ഹി ഹാസ് ഗ്രൂൺ സോ ക്ലോസ് ടു ദം. നമുക്കുള്ള അതൊരു പ്രത്യേകതയാണ്. ഏത് സ്ഥലത്ത് നമ്മൾ ചെന്നിട്ട്, ഞാൻ പത്തനംതിട്ട ബ്രദറൻ അസംബ്ലി എന്ന് പറയുമ്പോൾ തന്നെ ആ ലോക്കൽ അസംബ്ലി നമ്മെ
ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് തരുന്നത്. ഒരു സ്ഥലത്ത് പോലും എനിക്ക് അത് കിട്ടാതെ വന്നിട്ടില്ല. ഐ എം ജസ്റ്റ് ആൻ ഓർഡിനറി ബിലീവർ. പക്ഷെ അവിടെ ചെന്ന് ഞാൻ ഇന്ന സഭയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തു നിന്ന് ഇന്ന ബ്രദറൻ അസംബ്ലി അല്ലെങ്കിൽ ബ്രദറൻ അസംബ്ലി ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ആ ഒരു വിധത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വരുന്നു. പിന്നെ ദാറ്റ് ബിക്കംസ് എ നെവർ എൻഡിങ് വൺ. അങ്ങനെയുള്ളൊരു ബന്ധമാണല്ലോ ഉള്ളത്. സോ ഹോറിസോണ്ടൽ റിലേഷൻഷിപ്പ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കർത്താവ് അന്വേഷിക്കുന്ന ഒരു ദൈവമാണ്. ഈസ് എ സീക്കിംഗ് ഗോഡ്, ഈസ് എ സീക്കിംഗ് സേവിയർ. എന്തൊക്കെയാണ് അന്വേഷിക്കുന്നത്? ഒന്ന്, കാണാതെ പോയതിനെ അന്വേഷിക്കുന്നു. രണ്ടാമത്തേത്, സത്യ ആരാധികളെ അവൻ അന്വേഷിക്കുന്നു. മൂന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ ഫലങ്ങളെ അവൻ അന്വേഷിക്കുന്നു. നാലാമത്തേത്, വിശ്വസ്തരായിട്ടുള്ള ദാസന്മാരെ കർത്താവ് അന്വേഷിക്കുന്നു. അവർ സേവിയർ ഈസ് എ സീക്കിംഗ് സേവിയർ. ഈ 13-ാം അധ്യായത്തിൽ 8 പ്രാവശ്യം ആവർത്തിച്ചൊരു കാര്യം നമുക്കൊന്ന് നോക്കാം. 13-ാം അധ്യായത്തിൽ 8-ാം വാക്യം. 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, മറ്റു ചിലത് നല്ല നിലത്ത് വീണു. നല്ല, അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഗുഡ്, ഓൺ ഗുഡ്. അടുത്തത് 23-ാം വാക്യം. 23-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നത്, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു, കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് നൽകുന്നു. 23-ാം വാക്യത്തിലെ മലയാളത്തിലുള്ളത് നല്ല നിലത്ത്, അവിടെയും നല്ലത് എന്ന് പറയുന്നുണ്ട്. 24-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും തൻ്റെ നിലത്ത് നല്ല വിത്ത്. ഇനി 27-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ നമ്മൾ വായിക്കുന്നത്, വയലിൽ നല്ല വിത്ത് അല്ലയോ. 37-ാം വാക്യത്തിലേക്ക് വരാം. അവിടെ നമ്മൾ വായിക്കുന്നത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. 38-ാം വാക്യം, അവിടെയും നമ്മൾ വായിക്കുന്നത് നല്ല വിത്ത്. 45-ാം വാക്യം, അവിടെയും പറയുന്നത് നല്ല മുത്ത്. 48-ാം വാക്യം, വലിച്ച് കരയിലേക്ക് ഇരുന്നുകൊണ്ട് നല്ലത്. അപ്പോൾ ഏകദേശം 8 പ്രാവശ്യമാണ് ഈ നല്ലത് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ഗുഡ് വൺസ്, നല്ലത്, നല്ലതിനെ വേർതിരിക്കുന്ന ഒരു കാര്യം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നന്മ മാത്രമാണ്. ഇവിടെയാണ്, ഞാൻ ഓർക്കുന്നില്ല. ഗലാത്യർ അതിൻ്റെ 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. ലെറ്റ് us not grow weary in doing good. നന്മ, അതിന് ഏറ്റവും വലിയൊരു മാതൃകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? He went about doing good. അവൻ നന്മ പ്രവർത്തിച്ചും അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് അവൻ സഞ്ചരിച്ചു പോയി എന്ന്. ആ മാതൃകയാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് ഈ ദൈവസഭ, ഇത്രയും വിലയേറിയ ഒരു മുത്തിന്റെ സദൃശ്യമായിരിക്കുന്ന ദൈവസഭയിൽ ദൈവമക്കളായ നമ്മൾ നന്മ മാത്രം ആചരിച്ച് നാം ആയിരിക്കുക. സീക്കിംഗ് ഗുഡ്, ഡൂയിങ് ഗുഡ്. ഇനി നന്മ പറഞ്ഞിരിക്കുന്ന ചില വാക്യങ്ങൾ പെട്ടെന്നൊന്ന് നോക്കാം, ഒന്ന് വായിച്ച് സഹായിക്കുക. 1 തെസ്സലോനിക്കർ 5:21. 1 തെസ്സലോനിക്കർ 5:21. ഇനി 5 മിനിറ്റ് സമയമേ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാം. നല്ലത് മുറുകെ പിടിക്കുക. 1 തിമോത്തിയോസ് 3:1. 1 തിമോത്തിയോസ് 3:6. 3:1. നല്ല വേല. ഓക്കെ. ഇനി 1 തിമോത്തിയോസ് തന്നെ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. 1 തിമോത്തിയോസ് 4:6. ആദ്യം നമ്മൾ കണ്ടത് 1 തെസ്സലോനിക്കർ 5:21-ലും 1 തിമോത്തിയോസ് 3:1 നല്ല വേല, നല്ല പ്രവർത്തനം, ഗുഡ് വർക്ക്. എന്നാൽ 1 തിമോത്തിയോസ് 4:6 നമ്മൾ വായിക്കുന്നത് നല്ല ശുശ്രൂഷകൻ, എ ഗുഡ് മിനിസ്റ്റർ.
ഇനി 2 തിമോഥെയോസ് 2:3. 2 തിമോഥെയോസ് 2:3. നല്ല ഭടനായി, എ ഗുഡ് സോൾജിയർ. ഇനി എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. അത് നമുക്കറിയാവുന്നതാണ്. നല്ല മനസാക്ഷി, ഗുഡ് കോൺഷ്യൻസ്. നല്ല വേല അല്ലെങ്കിൽ നല്ല പ്രവർത്തനം, നല്ല ശുശ്രൂഷകൻ, നല്ല ഭടൻ, നല്ല മനസാക്ഷി. നല്ല മനസാക്ഷി, ദുർമനസാക്ഷി അല്ല. ദൈവമക്കളെ സംബന്ധിച്ച് അവർ കോൺഷ്യൻസ് മസ്റ്റ് ബി ക്ലിയർ. ഒരു പ്രത്യേകമായ ഘട്ടത്തിൽ ദൈവ പൈതലാണ് എന്ന് അഭിമാനിക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് വിരൽ ചൂണ്ടി ചോദിക്കേണ്ടി വന്നു. തൻ്റെ മനസാക്ഷിക്ക് ഉള്ളിൽ ഒന്ന് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ചാഞ്ഞ് അതിലേക്കൊന്ന് ഒരു സെക്കൻഡ് ഒന്ന് നോക്കിയിട്ട് പറയാമോ ഞാൻ ചെയ്തത് ശരിയാണ് അതോ തെറ്റാണെന്നുള്ളത്. മനസാക്ഷിക്ക് വിരോധമായിട്ട് ചില ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ചിലപ്പോൾ നിർബന്ധിതരായിത്തീരും. ദൈവമക്കൾ ആ സമയത്ത് ചെയ്യാനായിട്ടുള്ളത് കൃപയുടെ സിംഹാസനത്തിൻ്റെ അരികിൽ വന്ന് തന്നെ താൻ താഴ്ത്തി കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് മുൻപോട്ട് പോവുക. ഈ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ നല്ല മനസാക്ഷി, നിർമ്മല മനസാക്ഷ്യത്തോടുകൂടെ ആയിരിക്കുക. പ്രത്യേകിച്ച് ദൈവസഭയിൽ ആചരിക്കുന്ന കാര്യങ്ങളിൽ നല്ല ഭടനായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുക, നല്ല ശുശ്രൂഷകനായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുക, നല്ല വേല ചെയ്യുക. നല്ല വേല, അവിടെ യാതൊരു വിധത്തിലുള്ള ഒരു കൃത്രിമത, ഒരു കപടം, സ്വന്തം സ്വാർത്ഥത ഇല്ലാതെ ഉള്ള ഒരു ശുശ്രൂഷയായിരിക്കണം. അവിടെ എല്ലാം നമ്മുടെ മനസ്സിന് ഭരിക്കേണ്ട ചിന്ത, കർത്താവ് തൻ്റെ സഭയെ കാണുന്നത് ഒരു വിലയേറിയ മുത്ത് എന്ന നിലയിലാണ്. അതിനുവേണ്ടി അത്രമാത്രം കർത്താവ് തൻ്റെ ജീവനെ തന്നെ നൽകി അതിനെ വാങ്ങിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം പറയാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. ആ സഭയെ വിശേഷിക്കുമ്പോൾ അവിടെ മുത്തിൻ്റെ ഒരു മാല എന്ന നിലയിലല്ല കർത്താവ് ഉപമയെ പങ്കുവെക്കുന്നത്. അങ്ങനെയാണോ? അല്ല. നല്ല മുത്ത് അന്വേഷിച്ചു പോയപ്പോൾ വിലയേറിയ ഒരു മുത്ത് അതാണ് കിട്ടിയപ്പോൾ അത് സകലവും തനിക്കുള്ളത് സകലവും വിറ്റ് അത് വാങ്ങി. He gave wholly to buy that goodly pearl. ആ നല്ല മുത്ത് വാങ്ങുവാൻ വേണ്ടി പൂർണ്ണമായിട്ട് തനിക്കുള്ളതെല്ലാം നൽകി കർത്താവ് അതിനെ വാങ്ങിയിരിക്കുകയാണ്. Oh, the love that sought me. Oh, the blood that bought me. അല്ലേ? നമ്മൾ അങ്ങനെയാ പാടുന്നത്. That cannot be described. Oh, the blood that bought me. തൻ്റെ ചങ്കിലെ ചോര നൽകി കർത്താവ് നമ്മെ വാങ്ങി, നമ്മെ വീണ്ടെടുത്തു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നുണ്ട് കർത്താവ് പ്രാർത്ഥിക്കുന്നു. അതിൽ 4 പ്രയോറിറ്റി പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്, ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നു. അതിൽ ഒന്നാമത്തെ പ്രയോറിറ്റി പുത്രന്റെ പ്രവർത്തന മുഖാന്തരം പിതാവായ ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടണം. The Father might be glorified through the work of the Son. രണ്ടാമത്തേത് സഭ ശുദ്ധീകരിക്കപ്പെടണം. 17-ാം അധ്യായത്തിൽ തന്നെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സത്യത്താൽ അവരെ ശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. തുടർന്നുള്ള ഭാഗം വായിക്കുമ്പോൾ മൂന്നാമത്തെ പ്രയോറിറ്റി നാം കാണുന്നത് there should be unity in the church. സഭയിൽ ഐക്യത ഉണ്ടായിരിക്കണം. നാലാമത്തേത് the church might reach the lost. സഭ നശിച്ചു പോകുന്ന ആത്മാക്കളെ കണ്ടെത്തണം, അവരുടെ അരികിലേക്ക് സുവിശേഷവുമായിട്ട് പോകണം. ഈ 4 പ്രയോറിറ്റി വെച്ചാണ് കർത്താവ് യേശു ക്രിസ്തു
യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ ശിഷ്യന്മാരോട് സംഭാഷിച്ചിരുന്ന മാളികമുറി പ്രഭാഷണം അവിടെ നൽകിയിട്ട് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉയരത്തിലേക്ക് നോക്കി പിതാവിനോട് അപേക്ഷിക്കുന്നു. ദ ഹൈ പ്രീസ്റ്റ്ലി പ്രെയർ. അതിലൊരു വിഷയമാണ് സഭയിൽ ഐക്യത ഉണ്ടായിരിക്കണം. ദർ ഷുഡ് ബി യൂണിറ്റി ഇൻ ദ ചർച്ച്. അവിടെ നമ്മൾ ഓർക്കേണ്ടത് വൺ പേൾ, ഒരു മുത്ത്. യൂണിറ്റി ഇസ് നോട്ട് യൂണിഫോമിറ്റി. നമുക്കറിയാം PRDS-ഉം അതുപോലെ മറ്റ് ചില സഭാ വിഭാഗങ്ങൾ അവർ ഞായറാഴ്ച അവർ ഒരുമിച്ച് വരുമ്പോൾ യൂണിഫോം ധരിച്ചാണ് വരുന്നത്, അല്ലേ? അതിലെന്തെങ്കിലും വിപരീതമായി കാണുമ്പോൾ പെട്ടെന്ന് ചിലർക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്. ദേ വെയർ യൂണിഫോം, വൈറ്റ് ആണ് എല്ലാം. ഓക്കെ, ബട്ട് യൂണിറ്റി ഇസ് നോട്ട് യൂണിഫോമിറ്റി. യൂണിറ്റി എന്ന് പറയുന്നത് ഇൻ ഡിവേഴ്സിറ്റി, ഐക്യത. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന് 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കും. മെയിൻറ്റെയിൻ ദ യൂണിറ്റി ഓഫ് സ്പിരിറ്റ് ഇൻ ദ ബോണ്ട് ഓഫ് പീസ്. യു എൻഡവർ ടു മെയിൻറ്റെയിൻ ദാറ്റ്. കാരണം വലിയൊരു വില കൊടുത്താണ് ഈ മുത്തിനെ ആ വ്യാപാരി വാങ്ങിയത്. He purchased this goodly pearl by paying a great price. We are one body, living organism ആണ്. It's not an organization. ഒരു സംഘടനയല്ല ഒരു സ്ഥലം സഭ. It is an organism. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. We are one flock. നമ്മൾ ഒരു ആട്ടിൻകൂട്ടമാണ്. So we have a common privilege. എല്ലാവർക്കും ഈക്വാലിറ്റി, ഒരുപോലെയുള്ള സ്വാതന്ത്ര്യവും അവകാശവും സാവകാശവും എല്ലാം ഉള്ളത്. കാരണം we are all together one new man. കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ജലത്തിൽ സാക്ഷീകരിച്ച് സഭയോടുകൂടി ചേർന്ന് നമ്മളായിരിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയാണ്. നാം ആ ജീവന്റെ പുതുക്കത്തിലാണ് നാം ഓരോ ചുവട് വെച്ച് മുൻപോട്ട് പോകുന്നത്. വി സ്റ്റാർട്ട് വാക്കിംഗ് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. അപ്പം അവിടെ എല്ലാം നാം നമ്മുടെ അരുമനാഥനെ കാണുന്നത്, നമ്മുടെ വ്യാപാരി, ദ മെർച്ചന്റ് മാൻ, അവർ ലോർഡ്, who paid a great price to purchase this pearl. He is the head of this living organism. He is the good shepherd who is leading the flock, and he is our peace, because we enjoy the heavenly peace as we continue our life here on this earth. ഈ ഭൂമിയിൽ നാം എൻജോയ് ചെയ്യുന്നത്, നാം സന്തോഷിച്ചായിരിക്കുന്നത് നിത്യമായ സമാധാനം അത് ആസ്വദിച്ചാണ്. ഇനി ഒന്നോ രണ്ടോ ഉപമകൾ മാത്രമേ ഉള്ളൂ. കൺക്ലൂഡിംഗ് ആയിട്ടുള്ളൊരു ഉപമയുണ്ട്. അത് കർത്താവ് അനുവദിച്ചാൽ അടുത്തൊരു ക്ലാസ്സിൽ അത് അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടി ഒരു കോൺസിസ്റ്റൻസി, ഒരു റെഗുലാരിറ്റി എന്ന നിലയിൽ നമുക്ക് വരാനും നമ്മൾ ഈ വിഷയം പഠിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി കർത്താവ് നമ്മെ ഒരുക്കട്ടെ. നാം ചിന്തിച്ച വിഷയങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉപമകളാണ്. നമ്മളിപ്പോൾ ചിന്തിച്ച ഉപമകൾ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നു. കൺക്ലൂഡിംഗ് ആയിട്ടുള്ള ഒരു ഉപമയുമുണ്ട്. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചിന്തിച്ചതാണ്. കർത്താവ് അനുവദിച്ചാൽ അത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ അതും കൂടി പങ്കുവെച്ചിട്ട് അത് അവസാനിപ്പിക്കുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടി കടന്നു വരുന്ന ഏവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനത്തോടുള്ള അവരുടെ സ്നേഹമാണ് അതിൻ്റെ ഒരു ബാഹ്യ പ്രകടനമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ വചനം പഠിച്ചുകൊണ്ടേയിരിക്കാം. വ്യക്തിപരമായിട്ടും കുടുംബമായിട്ടും അത് പഠിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സഭയായിട്ട് നമ്മൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ആ പ്രാർത്ഥനയോടുകൂടി ഭക്തിയോടുകൂടെ തന്നെ വചനത്തിന് മുൻപാകെ ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തുക, അതാണല്ലോ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. കാരണം ഉപദേശം പഠിച്ചു കഴിയുമ്പോൾ അടുത്തതെന്ന് പറയുന്നത് നടപ്പാണ്. അനുസരിച്ച് നമ്മൾ നടക്കുക. അതിനുശേഷം മൂന്നാമത്തെ നമ്മൾ കാണുന്നത് ഉദ്ദേശത്തെക്കുറിച്ച് ഒരു നല്ല ഉറപ്പ് നമുക്കുണ്ടായിരിക്കുക. വാട്ട് ഈസ് എ പേർപ്പസ്? എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിത് പഠിച്ച് പ്രായോഗികമാക്കുന്നത്? അതിനെക്കുറിച്ചും
പൂർണ്ണമായിട്ട് ബോധവാന്മാരായിരിക്കുക. ബൈബിൾ ക്ലാസ് എന്ന് പറയുമെങ്കിലും ഇതൊരു ട്യൂഷനാണ്. അതുകൊണ്ട് ഒരു ഇൻറ്ററാക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ആ വിധത്തിൽ പഠിക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.